ടൂർ എന്ന് കേട്ടപ്പോൾ തന്നെ കുടുംബത്തിലെ സകല എണ്ണവും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. തെണ്ടിത്തിരിഞ്ഞു നടക്കുന്ന കുടിയനായ അമ്മാവൻ തന്റെ ഭാര്യയെയും പിള്ളേരെയും കൊണ്ട് കാലത്ത് തന്നെ എത്തിയിരുന്നു. അവരെ കണ്ടപ്പോൾ എൻ്റെ അമ്മായിയമ്മ മൂക്കത്ത് വിരൽ വെച്ചിട്ട് ഈശ്വരാ ഇതുങ്ങളും ഉണ്ടോ എന്ന് വാ പൊളിച്ച് പതുക്കെ പറഞ്ഞു. വൈകാതെ നാത്തൂന്മാരും മറ്റു അടുത്ത ബന്ധുക്കളും വന്നു ചേർന്നപ്പോൾ കൃത്യം 10:15 ഞാനുൾപ്പെടെ 21 ആൾക്കാരുമായി ഞങ്ങളുടെ ബസ് പുറപ്പെട്ടു. ആദ്യം ഊട്ടിയിലേക്കായിരുന്നു. ഞങ്ങൾ എല്ലാവരും തണുത്തുപോയി. ഗൂഡല്ലൂർ മേട്ടുപ്പാളയം വഴി കോയമ്പത്തൂരിലേക്ക് എത്തുമ്പോഴേക്കും അമ്മായിയമ്മയ്ക്ക് ഒടുക്കത്തെ ശ്വാസം മുട്ടൽ. അടങ്ങി വീട്ടിലിരുന്നാൽ പോരായിരുന്നോ എന്നും പറഞ്ഞ് അവരുടെ മകൻ ഒച്ച വെച്ചു. അതായത് എൻ്റെ ഭർത്താവ്. എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം എപ്പോൾ ഉയർന്നാലും എൻ്റെ കുടുംബം ഒന്നടങ്കം പേടിക്കും. അപ്പോഴും ഞാൻ പേടിച്ചു. അമ്മായിയമ്മയെ കൂടെ ഇരുത്തി ഞാൻ ആശ്വസിപ്പിച്ചു. അല്ലെങ്കിലും അങ്ങേരെ ഒരു മുൻകോപിയാണ്. മക്കളുടെ മുന്നിലെ ചിത്രവട്ടം എന്നോട് കയർത്തിരിക്കുന്നു. ഒരു നാൾ വീടിന്റെ തെക്ക് വശം മുട്ടിയൊഴുകുന്ന കായലിലേക്ക് തനിച്ച് നടക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വട്ടാണ് എന്നായിരുന്നു അങ്ങേരുടെ കണ്ടെത്തൽ. ഒന്നിനും ഞാൻ പുറത്തു പോകാൻ പാടില്ല. ആവശ്യമുള്ളതെല്ലാം അങ്ങേര് കൊണ്ടുവരും. അതിന് അങ്ങേരെ സമ്മതിക്കണം. ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും കാര്യത്തിൽ ഒരു മുട്ടും എനിക്കോ എൻ്റെ പിള്ളേർക്കോ അങ്ങേര് വരുത്തിയിട്ടില്ല. ടൗണിൽ പാത്രങ്ങളുടെ കച്ചവടമാണെങ്കിലും അങ്ങേര് വീട്ടിലെത്തിയാൽ തോക്കും യൂണിഫോമും ഇല്ലാത്ത ഒരു പട്ടാളക്കാരനാണ്. രാജ്യമെന്ന എൻ്റെ വീടിന്റെ അതിർത്തി വിട്ടു പോകാൻ ഞങ്ങൾക്ക് അവകാശമില്ല. ഞാനും എൻ്റെ പിള്ളേരും അങ്ങേരെ സല്യൂട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. എൻ്റെ ഇടം ശരിക്കും ഒരു പട്ടാള ക്യാമ്പാണ്. കോയമ്പത്തൂരിൽ നിന്ന് മരുന്ന് വാങ്ങിക്കഴിച്ചതുകൊണ്ട് അമ്മായിയമ്മയ്ക്ക് ഇച്ചിരി കുറവുണ്ട്. ബസ്സിനുള്ളിൽ ആകെ പാട്ടും ബഹളവുമാണ്. സന്തോഷമെന്നാൽ ബഹളമാണെന്ന് എല്ലാ തലമുറയെയും ആരോ കാര്യമായി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നുണ്ടെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ബന്ധുക്കളിൽ എൻ്റെ ഭർത്താവ് അടക്കമുള്ള 4 പുരുഷന്മാരും ചേർന്ന് 2 വർഷത്തിലൊരിക്കൽ ഇതുപോലെ എല്ലാവരെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോകും. അപ്പോഴാണ് ഞങ്ങൾ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും പറമ്പ് വിട്ട് പുറത്തു പോകാൻ പറ്റുന്നത്. ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ എല്ലാവരും ഒരു ലോഡ്ജിൽ താമസിച്ചു. പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും കൂടി 2 മുറി. ആണുങ്ങളെല്ലാം മദ്യക്കുപ്പികളുമായി സല്ലപിച്ച ഒരു മുറിയിൽ. നാളെ ബിജാപൂരിലേക്കാണ്. നേരത്തെ ഇറങ്ങണമെന്നും പറഞ്ഞ് എൻ്റെ ഭർത്താവ് വന്ന് വെളിച്ചമൊക്കെ അണച്ച് കിടക്കാൻ പറഞ്ഞു. പറഞ്ഞത് കുഴഞ്ഞാണെങ്കിലും ചില കുഞ്ഞുങ്ങൾ ഒഴികെ ഞങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചു. ഉത്തര കർണാടകയിലാണ് ബിജാപൂർ. സുൽത്താൻമാരുടെ ചരിത്രമുറങ്ങുന്ന ആ മണ്ണിലാണ് ദക്ഷിണേന്ത്യയിലെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ഗോൽ ഗുംബസ് സ്ഥിതി ചെയ്യുന്നത്. വെണ്ണക്കല്ലുകൾ കൊണ്ടല്ലെങ്കിലും ഗോൽ ഗുംബസിനൊരു താജ്മഹലിന്റെ തലയെടുപ്പുണ്ട്. ഉച്ചിയിലെ ഗുംബസും സ്തൂപങ്ങളും കുഞ്ഞു കുഞ്ഞു അറകളും മറ്റ് കെട്ടിട സമുച്ചയങ്ങളും എല്ലാം കൊണ്ടും അതിശയമാണ് ആ ചരിത്ര കെട്ടിടം. എനിക്ക് എന്തുകൊണ്ടാണ് താജ്മഹലിനോട് ഇത്രയും പ്രിയമെന്ന് ചോദിച്ചാൽ കുട്ടിക്കാലത്തെയുള്ള മോഹമാണത്. ഇഷ്ടഗാനരംഗങ്ങളിൽ നിന്നും പ്രണയസ്മാരകമായ ആ വെണ്ണ കൊട്ടാരം എന്നോ എൻ്റെ ഉള്ളിൽ പതിഞ്ഞതാണ്. പെണ്ണു കാണാൻ വന്നപ്പോൾ അങ്ങേരോട് ഞാൻ പറഞ്ഞിരുന്നു. കൊണ്ടുപോകാമെന്നും വെണ്ണക്കല്ലിൽ കൊത്തിവെച്ച ഒരു മനോഹര ശില്പമാണ് നീയെന്നും അന്ന് അങ്ങേര് എന്നോട് പറഞ്ഞു. ഇപ്പോൾ കെട്ടും കഴിഞ്ഞ് കുട്ടികൾക്ക് 10ഉം 13ഉം വയസ്സായി. സ്വപ്നം ഇപ്പോഴും ജീവിതത്തിന്റെ കണ്ണെത്താ ദൂരത്ത് തന്നെ. അല്ലെങ്കിലും പരിമിതികളിൽ കിട്ടുന്ന എന്തിനേയും താരതമ്യപ്പെടുത്തി ആസ്വദിക്കാൻ എന്നെപ്പോലെ ഉള്ളവർക്ക് കഴിയാറുണ്ട്. തീർച്ചയായും അതൊരു ദൈവാനുഗ്രഹം തന്നെയെന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ എന്നേ ഞാൻ വീണു പോകുമായിരുന്നു. ഗുംബസ് എന്നാൽ കുട പോലെ വിരിച്ച് പണിയുന്ന നിർമ്മിതി എന്നാണ്. പേർഷ്യൻ ഭാഷയിൽ പനിനീർ പുഷ്പമകുടം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ബിജാപൂർ സുൽത്താനായിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീര മന്ദിരമാണ് ഗോൽ ഗുംബസ് എന്നും ആ ഗൈഡ് ഞങ്ങളോട് വിശദീകരിച്ചു. നേരം സന്ധ്യയോടടുത്തപ്പോൾ അവിടം വിടാൻ ഞങ്ങൾ ഒരുങ്ങി. അമ്മാവനെയും കാത്ത് എല്ലാവരും കവാടത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഒരു കൊക്കക്കോള കുപ്പിയിൽ മദ്യം കലർത്തി ചുറ്റിക്കറങ്ങാൻ പോയ അമ്മാവൻ ഇതെങ്ങോട്ടാണ് പോയത്? എല്ലാവരും ചിന്തിച്ചു. എന്നാൽ എന്റെ കണ്ണുകൾ സഞ്ചാരികളെ അകത്തേക്ക് കടത്തിവിടുന്ന ആ കവാടത്തിലെ കാവൽക്കാരനിലായിരുന്നു. നീല യൂണിഫോമിലാണ് അയാൾ. ബെൽറ്റിലൊരു ലാത്തി വടിയും ചുണ്ടിലൊരു വിസിലും ഘടിപ്പിച്ചിട്ടുണ്ട്. തൊപ്പി വെച്ചിട്ടും അയാളുടെ തലയുടെ ചൂട് നെറ്റിയിലൂടെ ഒഴുകുകയാണ്. ഒരേ ഭാവം, ഒരേ നോട്ടം. കടന്നു വരുന്നവരുടെ ടിക്കറ്റ് മുറിച്ച് അകത്തേക്ക് കടത്തിവിടുമ്പോൾ അയാൾ അവരുടെ ബാഗൊക്കെ സംശയത്തോടെ പരിശോധിക്കും.
ഈ കണ്ട സഞ്ചാരികളെല്ലാം കൗതുകത്തോടെ അന്തം വിട്ടു നോക്കുന്ന ഒരു ചരിത്ര മനോഹര നിർമ്മിതി തന്റെ പുറകിലുണ്ടെന്ന ബോധമൊന്നും അയാൾക്കില്ല. അയാൾ അങ്ങോട്ട് നോക്കുന്നതേയില്ല. അല്ലെങ്കിലും എത്ര മനോഹരമാണെങ്കിലും പതിവായി കാണുന്നവർക്ക് അത് അവരുടെ കണ്ണുകൾ കണ്ടു തഴമ്പിച്ച എത്രയോ കാഴ്ചകളിൽ ഒന്ന് മാത്രമായിരിക്കും. അവർക്കതിനെ താലോലിക്കാനോ സ്നേഹിക്കാനോ എന്തിനൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നേരമുണ്ടാകില്ല. കേടുപാടുകൾ തട്ടാതെ സംരക്ഷിക്കുക എന്ന ഒറ്റ ചിന്ത മാത്രം. അപ്പോഴേക്കും ആടിയാടി അമ്മാവൻ വന്നു. ആരുടെയും മുഖത്തു നോക്കാതെ തെറ്റ് ചെയ്ത ഒരു കുഞ്ഞിനെ പോലെ ബസ്സിലേക്ക് കയറി. കൂടെ അമ്മായിയും. എണ്ണം തിട്ടപ്പെടുത്തിയിട്ട് ഇനി ഹംപിയിലേക്കാണെന്ന് പറയുന്ന എന്റെ ഭർത്താവിന്റെ പരുക്കൻ ശബ്ദം ആ ബഹളത്തിലും ഞാൻ കൃത്യമായി കേൾക്കുന്നുണ്ടായിരുന്നു. കവാടം വിട്ടുപോകുന്ന നേരം ഗോൽഗുംബസ് എന്ന മനോഹരമായ ശവകുടീരം ഞാനാണെന്നും കവാടത്തിലെ കാവൽക്കാരൻ എന്റെ ഭർത്താവാണെന്നും എനിക്ക് തോന്നിപ്പോയി. ആ തോന്നലുകളോർത്ത് നിറയാതിരിക്കാൻ എന്റെ പാവം കണ്ണുകൾക്ക് അപ്പോൾ സാധിച്ചില്ല. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.